ആ ഒറ്റ വിഷയമുള്ളൂ, വേറൊരു കുഴപ്പമില്ല. നല്ല സൂപ്പറായിട്ട് മുടിയൊക്കെ കെട്ടി സെറ്റപ്പ് അടിക്കുമായിരുന്നു. അവസാനം ആ മുടി അങ്ങ് അവിഞ്ഞ് പോയിട്ട് ലാസ്റ്റ് മുടി ഊരി കഴിഞ്ഞാൽ പോയപ്പോൾ 1 മണിയായില്ലേ? ചോറുണ്ടോ നീ? ചോറ് അവിടെ കിട്ടുമായിരിക്കും, കിട്ടിയില്ലെങ്കിൽ പെട്ട്. അവിടെ ചോറുണ്ടോ? പിന്നെ ഇതിലെയാണോ? നിന്റെ കാര്യം കട്ട പുകയറിയുന്നു. നിന്റെ നാട്ടമ്മ നിന്റെ ഊപ്പാട് പോകും. മതിയായിരുന്നു. ഇന്ന് വരണമെന്നൊന്നുമില്ല. നടക്കാൻ പറ്റിയാലേ തിരിച്ചു പോകാം. അതിൻ്റെ മോളിൽ കയറണം. ഇവൻ എന്നാ ഉദ്ദേശിച്ചാ വന്നത് നിനക്കറിയത്തില്ലേ? വണ്ടി ഇട്ടിട്ട് ആ വണ്ടിക്കോ എവിടുന്ന് കിട്ടും? ആഹാ, ഒരു വണ്ടിയും കിട്ടത്തില്ല, എല്ലാം ടാക്സി മാത്രമേ ഉള്ളൂ. മോളെ ഇതിലെ കൂടെ കൈലാസഗിരി കയറി പോവാം. പോന്നു. ആദ്യമായിട്ട് പോവാ, വഴിയൊന്നും അറിയത്തില്ല. ഒരു നടപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടുന്ന്. പണ്ടൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ജയ ഇപ്പോൾ കണ്ടിട്ട് കയറ്റം കണ്ട് പേടിച്ച് നിൽക്കുക. അമ്മോ പുറകെ. ഒന്ന് പെട്ടെന്ന് വാ, നിന്നെ അങ്ങനെ കളഞ്ഞു പോയാലേ ഫോണെൻ്റെ നിധിയുടെ വെള്ളം വല്ലതും ഉണ്ടായില്ലല്ലോ. കൊണ്ടുപോകാനൊക്കെ. ഇതാണ് സ്ഥലം, ശിവമല.
ചുമലോട്ട് കയറാൻ വഴിയാണ്. അത് ഇതിലെ നേരെ മേളിലോട്ട് കയറിയാൽ മതി. ഇതന്നെ ഇതേ കൂടെ വെള്ള കളറിൽ പോലെ മരുന്നായിരിക്കും അടിച്ചിട്ടേക്കുന്നല്ലേ. എടുത്തോ ഒരു 10% ആയതേ ഉള്ളൂ. അവിടെ ഒച്ച കേൾക്കാമല്ലോ അവിടുത്തെ. ചീവീടുണ്ട്. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. വഴി ചോദിക്കാൻ പുറത്ത് കയറിയതാ. ഒരു മനുഷ്യൻ പോലും ഇല്ല. ആരും ഇല്ല ഇവിടെ. എന്താ അവിടെ മേളിൽ ആളിരിപ്പുണ്ട്. എവിടെ? അടിപൊളി സെറ്റപ്പ്. സ്വിമ്മിങ് പൂളാണ്. വേറെ വഴിയില്ല, ഇത് തന്നെ ഉള്ളു. പോയേക്കാം. കണ്ടില്ല ആൾക്കാരിരിക്കുന്നത്. അത് സാറില്ല, വാ. ആ
ഉണ്ടോ? ഒരിക്കലും താഴോട്ടായിരിക്കത്തില്ലോ, മേളിലോട്ടായിരിക്കല്ലേ വഴി. രണ്ട് വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് മേളിലോട്ടല്ലേ പോകണ്ടേ, അപ്പോൾ ഇങ്ങോട്ടായിരിക്കാം. ആൾക്കാർ നിൽക്കുന്നുണ്ടോ? ഇതിലെ വണ്ടിയൊന്നും പോകത്തില്ലോ. ഇറങ്ങി വരുന്നവരാ. ഇത് തന്നെയല്ലേ വഴി? ഇങ്ങനെ അയിലാണോ? ഫുള്ള് വഴിയുണ്ടോ? ആ, ഞങ്ങള് താമസിച്ചു മുണ്ടക്കത്തായിരുന്നു. വഴി ഇതിലെ പോയിട്ടില്ല കയറിയേ, ചുമ്മാ ഒന്ന് നോക്കാന്ന് ഓർത്ത് കയറി. ആ അല്ലേ, ഒന്നും ആയിട്ടില്ലെന്ന്. കണ്ടാ തൊട്ടടുത്താന്ന് തോന്നുന്നു അല്ലേ? അതിങ്ങനെ നടന്നത് കയറുന്നേ ഒത്തിരി നാളായിട്ട് നടക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണേ, ഇതുവരെ പറ്റിയിട്ടില്ല. എന്നും വണ്ടിക്ക് പോകും. എന്തോ ഒരു സാധനമാണെന്നറിയാം. എന്നിട്ടൊന്നും ആയില്ലെന്നാണ് അവർ പറയുന്നത്. ഇത്രയും വന്നിട്ട് ഏലപ്പാറ പുറപ്പെട്ട സ്ഥലം. ആ ഇതാ തെളിച്ചിട്ടേക്കുന്നല്ലേ, അപ്പോൾ പേടിക്കാനൊന്നുമില്ല. വഴി ഇതിപ്പം ഇപ്പം തെളിച്ചാ. ആ ഇവിടാ തീർന്നോ? വഴി തീർന്നു. തെളിച്ചിട്ടിട്ട് എന്നാലും വഴി ഇല്ലാതെ വരത്തില്ല. ഊടുവഴി. ആ അതാ ഇപ്പോഴാണ് ശരിക്കുള്ള സാധനം വന്നല്ലേ. ഒറിജിനൽ സാധനം ഇപ്പോഴാണ് വന്നത്. ഇതിലെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു.
അല്ല വഴി ഭീകരമായ വഴി. വഴിയിൽ അവരെ കണ്ടില്ലേ? ഇതാ വഴിയിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ല. ഒരു മിനി കൈലാസമായല്ലേ? ഇതിനിവിടെ പുതിയ കിണറോ കുളോ? ആ ഇത് വെള്ളം കിടക്കുന്നുണ്ടോ? കുറവാ, വെള്ളം വീണുകൊണ്ടിരിക്കുക. നമ്മുടെ അവിടെയൊക്കെ അത്രയും താഴെ പോലും വെള്ളമില്ല. ശുദ്ധമായ പച്ച തണ്ണി. മഴക്കാലത്ത് ഇവിടെ നല്ല അടിപൊളി സെറ്റായിരിക്കും. കണ്ടില്ലേ തൂങ്ങിക്കിടക്കുന്നത്? ഇതെല്ലാം മഴയത്ത് പായൽ പോലെ പിടിക്കുന്ന. സൈഡിൽ കൊക്കയാ. താഴെ പോയാൽ ഞാൻ പോയി പെറുക്കിക്കൊണ്ട് വന്ന് ചുമന്ന് ഇവിടെ ഒരു വണ്ടി എത്തുന്നിടത്ത് കൊണ്ടുവരണം കേട്ടോ. അതാ പറഞ്ഞ സൂക്ഷിച്ച് നടന്നു. ഉരുള് വന്ന സ്ഥലം കണ്ട ഇത്. സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളി കേസാണ്. അല്ല, ഈ ഒരു പേടിയൊന്നും കിട്ടത്തില്ല. അടുത്ത് തന്നെ വരാൻ പോകുന്നതെന്നുള്ള ഒരിതുണ്ടല്ലോ. വഴി അറിയത്തില്ലാത്തതുകൊണ്ട് എവിടെയും എത്തി നമ്മൾ. എവിടെയും എത്തി തന്നെയല്ലോ. റോഡോ? പിന്നെ എന്ത് എത്തിയപ്പം മേളിലെത്തി. നല്ല തണുത്ത കാറ്റ്. അയ്യോ, ഇത്ര ഉള്ളായിരുന്നോ? സിമ്പിളായിപ്പോയല്ലോ. ഏത് റോഡാ? എനിക്ക് അങ്ങോട്ടാണ്. അതല്ല കൈലാസഗിരി. അതെ, അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലേ പോകണ്ടേ? നീയിപ്പം വഴി തെറ്റി. ഇതൊന്ന് ഓർത്ത് വെച്ചു ഈ സ്ഥലം. ഇതെങ്ങനെ വഴി? ആ മരത്തിൻ്റെ ഉരുള് പൊട്ടി. ആ അല്ല, ഇനി ഇതിലെ വരുന്നില്ല. എന്നാലും എന്തെങ്കിലും വന്നാൽ തിരിച്ചില്ല ഇറങ്ങി പോകണമെങ്കിൽ പോകാമായിരുന്നല്ലേ? നീ ഇറക്കിയല്ലേ? അതിനാ നിനക്ക് വയ്യേ? രാത്രിയല്ല, ഇത് കാട്ടുകോഴി ഒരെണ്ണം പറന്നുപോയി. അതിന് നമ്മൾ രാത്രിയല്ലോ പോകുന്നത്. ഇപ്പം തന്നെ സന്ധ്യക്ക്. ഇപ്പം സമയനായി. ഞാൻ നോക്കാം. 4 മണി ആയതേ ഉള്ളൂ. 4 മണി ആകുന്നേ ഉള്ളൂ. 5 മിനിറ്റും ഉണ്ട്. 4. സൂപ്പർ നടപ്പ്.
ഇത്ര നല്ല ഫീൽ ചെയ്യാൻ പ്രതീക്ഷയില്ല. ഇച്ചിരി പാടുപെടും വഴി തെറ്റുമെന്നൊക്കെയാണ് വിചാരിച്ചു. ഒന്നും തെറ്റിയില്ല. നേരെ ഇങ്ങനെ വന്ന്. പക്ഷെ ഒന്നും ആയിട്ടില്ല. അതേ അങ്ങ് ആണെന്നേ ഉള്ളൂ. അത് മറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ചുറ്റിനും. മറച്ചെന്ന് തോന്നുന്നു. തോരണോ അല്ലേ ചിലപ്പോൾ തുണിയാണോ നിർത്തില്ല. കാവി കളർ കാണാം. ഓ താഴെ കാണുന്നുണ്ടോ വാഗമൺ മലനിരകൾ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വാഗമണ്ണൊക്കെ അങ്ങ് താഴെയാണ്. അയ്യോ ഇത് തിരിച്ചിറങ്ങുമെന്ന് തോന്നുന്നു. അബദ്ധം പറ്റി അടിയിലോട്ടാ പോകുന്നത്. അബദ്ധം പറ്റിയടി. അയ്യോ എന്നാ വ്യൂ വന്നു നോക്കി. ഓ എന്നാലും ഇത് ഇറങ്ങിയൊന്ന് കണ്ടിട്ട് പോകുന്നു. വഴി തെറ്റിന്നാ പോകുന്നത്. ഇത് ഇറക്കവാ. വഴി മനസ്സിലാകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുണ്ട്. ഇതിപ്പോൾ താഴോട്ടിറങ്ങി പോവാം. പക്ഷെ താഴോട്ടിറങ്ങിയിട്ട് മേളിലോട്ട് കയറുമോ അതോ ഞാൻ വിളിക്കാവേ. അവിടെ വന്നോ. വഴി നോക്കിയിട്ട് വിളിക്കാം. അല്ല ചുമ്മാ നടക്കണ്ട രണ്ടുപേരും. ഇത് ഇടത്തോട്ടാണെങ്കിൽ ഇതല്ല വഴി, വലത്തോട്ടാണെങ്കിൽ ഇത് തന്നെ വഴി. പക്ഷെ അടിപൊളി വ്യൂ അവിടുന്ന്. പോരെ ഇത് തന്നെയാണെന്നാ തോന്നുന്നത്. ഇത് വഴി തെറ്റിയില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇത് അടിയിലോട്ടാണ് ചെല്ലുന്നത് അമ്മലയുടെ. പരുന്തൊരെണ്ണം പറക്കുന്നുണ്ടോ? ആൾക്കാരിപ്പോൾ മണ്ടിക്ക് വന്നിട്ട് കയറുന്നതിൽ. ഇതാണ് ശിവമല, കൈലാസഗിരി. ഇത് നമ്മളെത്തി. അതിൻ്റെ അടിവാരത്തെത്തി. ഇനി മേലോട്ട് കയറണം. എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ താഴോട്ട് ഇറങ്ങുന്നോ? ഇതിലെയാണോ കയറി വന്നേ? കാട് കയറി ഒത്തിരി നാൾ കൂടിയല്ലേ ഇത് കൂട്ടി നല്ല സാധനം കിട്ടുന്നത്. എല്ലാം ഇങ്ങനത്തെ യാത്ര സ്ഥിരം ഉണ്ടായിരുന്നു. അതെ കാട് കണ്ടോ? പാറ. ഇതേത് പാറ? അടിപൊളിയാണല്ലോ. ഇവിടെ കിടന്നാലോ കുറച്ചു നേരം? ഇവിടെ ഇരുന്നാലൊന്ന് കുറച്ചു നേരം. മെയിൻ സ്ഥലമാണല്ലോ. ഇതിനടുത്തെങ്ങാണ്ടാണല്ലോ ഇത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലേ? ഒരു സെൽഫി എടുക്കട്ടെ. ഇപ്പൊ കറുത്ത് മെടച്ച് കുടച്ച് വടിച്ച് ഹലോ
ആരുടെയെങ്കിലും സ്ഥലമായിരിക്കും അല്ലേ? റോഡാണോ വരുന്നത്? അത് റോഡ്. ഇവിടെ ഒരു ഗേറ്റ്, ഇവിടെ ഗേറ്റാടി. ആരുടെ സ്ഥലത്തോട്ടുള്ള വഴി കണ്ട എന്തോ സംഭവം, അതുകൊണ്ട് അവർ ഗേറ്റ് വെച്ചേക്കുന്നത്. ഇവിടെയൊക്കെ പാറ പൊട്ടിക്കാൻ വേണ്ടി തമിഴ് വെച്ചിട്ടുണ്ട്, പക്ഷെ പൊട്ടിച്ചിട്ടില്ല. കരിമ്പാറ ഇതിലേ കയറി പോയാലോ? നേരെ മുകളിലോട്ട്, ഇതിലെ നേരെ മുകളിലോട്ട് കയറി പോയാലോ? എവിടുന്ന്? ആ അത് തോന്നാന്നേ. ഇല്ല, ഓക്കെ ഒന്നുമില്ല. ഇങ്ങോട്ട് വാ. ഞാൻ കയറിപ്പോയി നോക്കാം. കയറി വരുമല്ലോ അല്ലേ? അതിലെ കൂടെ ആൾ നടക്കുന്ന കാണാം, ആൾക്കാർ. സൂക്ഷിച്ച് കയറി വരണം, അല്ല തെന്നിപ്പോവല്ലേ, നിങ്ങൾ താഴെ ചെല്ലും. ഒന്നും ആയില്ലേ, വാ അപ്പുറത്തെ ഇതിലോട്ട് ക്രോസ് ചെയ്യണം. ആ കൊടി കാണുന്ന അപ്പുറത്തെ ഇതല്ല, അതിൻ്റെ അടിയിൽ നിന്നാണ് നമ്മൾ കയറി വരേണ്ടത്. ഇത് അവിടെ ചെന്നിട്ട് നമ്മൾ അതിന് വരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി. ഏലപ്പാറന്ന് ആ താഴെ കട ആ
വഴി സംശയം തോന്നി ഇവിടെ വെച്ചാ തിരിച്ചങ്ങോട്ട് പോയാൽ പണി കിട്ടിയത്. കാറ്റ് കുറവാണ്. അങ്ങോട്ടല്ലടി. നമ്മൾ പുറപ്പെട്ട സ്ഥലം ബസ് സ്റ്റാൻഡ്. നമ്മളാ ഏലപ്പാറ ബസ് സ്റ്റാൻഡ്. എങ്ങോട്ട് കയറിയെന്നോ? നമ്മൾ അങ്ങോട്ട് ഈ റോഡെ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇതിലെ ഇങ്ങനെ ആ സൈഡിൽ കൂടെ ഇതിലേ കൂടെ ഇങ്ങനെ വന്നിട്ട് ഒരു വഴിയുണ്ട് ആ റോഡില്ലേ, അതിങ്ങനെ വന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടത്തുന്നത് ഈ മുക്കുണ്ട്. ഈ മുക്കിന്ന് കയറിയ ആ വളവുണ്ടോ? ആ വളവ് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ടോ? ആ വളവില്ല ചേച്ചി ഇരുന്നേ. ഇന്ന് മാത്രം ടൗണിൽ തന്നെ ഈ വിളിക്ക് കയറി വന്നു. ഇതില് വണ്ടി എവിടെ താളിട്ടോ? വണ്ടി ഇല്ലായിരുന്നു, ബസ്സിന് വന്നിട്ട് അവിടെ നിന്ന് ആ വളവില്ലേ, അതെ, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി. ഇതിലേക്ക് കയറി ഇങ്ങനെ നടന്നോ? ஏலப்பாறை போன ரோடு இருக்கு, வண்டி போகத்திല്ല. வண்டி போகும். ஆனா எதுக்கு என்னங்கிறதுல எங்களுக்கு தெரியாது. பொதுவாக കാരണം ഈ കോപ്ലാൻഡ്സ് എന്ന് പറയുന്ന മൊത്തം കമ്പനിയായിരുന്നു ഇത്. നമ്മൾ വുഡ്ലാൻഡ്സ് തൊട്ട് അവിടെ പെട്ടുമല പള്ളി ഉണ്ടല്ലേ, ആ പള്ളി വരെ ഇത് നേരത്തെ SAT കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോപ്ലാൻഡ്സിനായിരുന്നു. ഇപ്പം ഇത് ലൈഫ് ടൈം അഗ്രോള ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കളി മേടിച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ കയറി വരും. തീ കത്തിക്കൊണ്ടിരിക്കുക. ഈ വഴി ഈയിടെ അടുത്ത കാലത്ത് ഉണ്ടാക്കിയല്ലേ, അത് എങ്ങോട്ടുള്ളായിരുന്നു? അത് നമ്മുടെ ഇതുമായിട്ട് ബന്ധമുണ്ടോ? ആ വഴി അത് അവിടെ കാണുന്ന അവിടെ ഒരു വലിയൊരു റിസോർട്ട് പണി, അതിന് വേണ്ടിയല്ലേ? വലിയൊരു
സ്വിമ്മിംഗ് പൂളൊക്കെ വെച്ചിട്ട് വലിയ സെറ്റപ്പാണ്. ആ ആ ആ അപ്പോൾ ഈ വഴി നമ്മൾ റോഡ് സാങ്ഷൻ പണി കൊടുത്തതാണ്, കമ്പനി അവർക്ക് വഴി കൊടുത്തത്. ആ ആ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇവിടെ ഗേറ്റ് ഇട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് ആരും പോകാൻ പറ്റത്തില്ല. ആ ആ ആ ഇത് ഇതിലെ പോയിട്ട് പാമനാറ് നമ്മൾ ഇവിടെ ഇങ്ങനെ പോകാം. ആ ആ അത് ഗ്ലെൻമേരി ഫാക്ടറി, ആ ആ പച്ച ആ കാണുന്നത്. ആ ആ ആ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട് ആ റോഡല്ലേ? ആ റോഡ് ഇതിലെ പോയിട്ട് അവിടെ പാമനാറിൽ ആടറും കുമ്പളി. ആ കട്ടപ്പന അങ്ങോട്ട്. ആ കട്ടപ്പന അങ്ങോട്ട്, അത് കുട്ടിക്കാണ്, അതിൽ നിന്ന് കട്ടപ്പന. ആ കട്ടപ്പന റോഡിൽ കയറും, എന്നിട്ട് ഇതിലെ കറങ്ങി കൂടെ വരും. ആ ആ ഇതെല്ലാം കഴിഞ്ഞ ദിവസം തീ പിടിച്ച് പോയാന്ന് തോന്നല്ലേ ഈ പാവല? ഇപ്പോൾ പിടിച്ചാണോ? ഇപ്പം പിടിച്ചതാ, ഇന്നോ? കഴിഞ്ഞ ആഴ്ച. ആ കഴിഞ്ഞ ആഴ്ച 4 മണിക്ക് 3:30 വരുമ്പോൾ ഉണ്ടായിരുന്നു. ഉം, ഉം. അല്ല തീരാൻ സാധ്യതയില്ല, ഇല്ലല്ലേ? ആൾക്കാർ ആരും കയറി വന്നില്ലല്ലോ. ഉം, ഉം, ഉം. ചേച്ചൊന്നും വരത്തില്ല. ചോറുണ്ടായിരുന്നു താഴെ, നമ്മൾ കുറുക്ക് കയറി കൊണ്ട് കിട്ടിയില്ല. അപ്പുറത്ത് ഇറങ്ങി പോകുമ്പോൾ മേടിക്കാം, നോക്കാം. കഴിക്കാൻ നിൽക്കുന്നില്ലോ, പിന്നെ കുഴപ്പമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ, അവരാരുമില്ല. ഇതല്ല ഇത് വന്നിട്ട് അതേ വെച്ചോ പഠിക്കല്.
ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. വെളുപ്പിനെ ഞങ്ങൾ കിടന്ന് തൊട്ട് മുന്നിൽ ഒരു ഫാമിലിയാണ്. അവർ ഓടി കയറുക. കുഴപ്പമില്ല, 4 കൊടുത്തു. എനിക്ക് തറയൊന്നും കാണത്തില്ല. അതിനാ ഓ പിന്നെ ഉണ്ടല്ലേ? ആ ഉണ്ടല്ലേ. ഇനി അങ്ങോട്ട് ബസ് കിട്ടുമോ? ഈ റൂട്ടിൽ ബസ്സുണ്ടോ ഇനി? ഇല്ലല്ലേ? ആ ആണോ? ആ പെട്ടെന്നായിരിക്കുവാണ് അവർ വണ്ടിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. വേറെ
പ്ലേറ്റിൽ വേണോ നിക്കോ ഫോട്ടോ കഴിഞ്ഞിരിക്കുക. എല്ലാം കറക്റ്റ് ടൈമിംഗ് അല്ലേ? ആ കഴിച്ചു. പെട്ടെന്ന് കഴിച്ചു പോകണം. ഇവിടെ വണ്ടി കിട്ടത്തില്ല. അവിടെ പോയാൽ ജീപ്പ് ഓട്ടോ എല്ലാം കാണും. ആ മുണ്ടൊക്കെ ഞങ്ങൾ മിക്കവാറും വരുന്ന 5-6 വർഷമായിട്ട്. ആ ഇവിടുന്ന് ഏലപ്പാറയ്ക്ക് എന്തോരം, അല്ല ആ റൂട്ടിലോട്ട് എന്തോരം ഉണ്ട്? ഇവിടുന്ന് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ. ഇതിലെ പോയാൽ പെട്ടെന്ന് പോവാം. ഇതിലെ പോയി വുഡ്ലാൻഡ് ശരി അങ്ങനെ പോകണം. ഞങ്ങൾ താഴെ താമസിക്കുന്നത്. ഇവിടെ അല്ലേ? ഫാക്ടറി കാണുന്നത്. ഓക്കെ, താങ്ക് യു. വണ്ടി വന്നാൽ കൈ കാണിച്ചാൽ മതി. ആ ശരി. ഏലപ്പാറ ഇങ്ങോട്ട്, ഏലപ്പാറ ഈ റൂട്ടിലോട്ട് പോകും, പാമ്പാറ ഇങ്ങോട്ടും പോകും. ആ രണ്ട് സൈഡാണ്. ഇതിലെ പോയാലും നമ്മൾ മെയിൻ റോഡിൽ ചെല്ലും. ഇതിലേം പോകാവോ പാമ്പനാറിന്? ഇതിപ്പോൾ എളുപ്പമാണോ? ഇത് എളുപ്പമാണോ അപ്പം? ആ ഒരുപോലെ. പിന്നെ അത് ഇച്ചിരി റോഡ് മോശമാണ്. അവിടെ കപ്പക്കുളം വരെ റോഡ് മോശമാണ്. പിന്നെ ഇത് മറ്റേ നമുക്ക് കിളമേരി വരെ ഉള്ളൂ. പിന്നെ അത് റോഡ് നല്ല റോഡാണ്. അതുകൊണ്ടാണ് ഇത് വലിയ പോകും. വീട്ടിലെ മഞ്ഞാണല്ലോ, കട്ട മഞ്ഞ. ഒന്നും കാണാനില്ല, തണുപ്പില്ല. അതാ രസം. അത് നമ്മൾ നടന്ന് മടുത്ത് വന്നുകൊണ്ടാ.
നല്ല മഴയായിരുന്നു തോന്നുന്നു. റോട്ടിലെല്ലാം നല്ല വെള്ളമുണ്ട്. എന്നാ സാധനം? ഞാൻ വീഡിയോ എടുത്തപ്പോ ലോഷൻ എന്നാടി വന്നപ്പോഴേ പറഞ്ഞേണ്ടോ എന്നാ? അതെ ആ ലോഷൻ ഇതിനകത്ത് ഇട്ട് അത് അപ്പോഴോട് പറയുന്നു പറഞ്ഞു. അത് അപ്പൊ വന്നപ്പോഴേ പറഞ്ഞേ. അതൊന്നും ചെയ്തിട്ടില്ല, അതിനകത്ത് തന്നെ എടുപ്പുണ്ട്. ആ വടി ഇങ്ങനെ എടുത്തോളിയാണോ? എങ്ങാനും പെയ്താ അത് മതി. ഞാൻ ചെരുപ്പെടുക്കട്ടെ. കറണ്ട് ഇല്ലല്ലോ, ഒറ്റ ചാറ് മഴ കയറിയതുള്ളൂ. ഒന്ന് അയലോക്കത്തൂടെ പോയാൽ മതി കറണ്ട്. ജയ് ഇങ്ങോട്ട് ഒരുങ്ങാൻ വന്നായിരുന്നോ? പിന്നല്ലാതെ എന്നിട്ട് ഒതുങ്ങിയില്ലോ? കിടന്നുറങ്ങിക്കണം. അമ്മ വരാ ഇപ്പോഴേ രാവിലെ രാവിലെ മോൻ കിടന്നുറങ്ങുന്ന സമയമാണ്. ശ്യാമള കിടന്ന് ബഹളം വെക്കുവാണ്, വണ്ടി കയറ്റി വിട്ടത് കേട്ടോ. ശമ്പളം ഒരു ബഹളം വെക്കില്ല. ശമ്പളം ഈ ഇച്ചിരി കൂടുന്നുണ്ട്. ശ്യാമള അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചു വിട്ടാൽ മതി. ഇവിടെ ഇല്ലായിരുന്നു. അമ്മ എല്ലാവർക്കും അറിഞ്ഞു. പിന്നെ തിന്നാനൊന്നും ഇല്ലെന്നോ? ചോറ് വെച്ചൊക്കെ തന്നെ അതിനെ വിറ്റോ? ഇവിടെ കിടന്ന് ഞാൻ വിശപ്പനി പോയിട്ടോളായിരുന്നു. അല്ല എന്നെ ശ്യാമളയല്ല രാവിലെ ചോറും കറിയും എല്ലാം വെച്ചത്. മൂന്ന് കറി. സാധാരണ ഒരു കറി കൂട്ടി തന്നെ നമുക്ക് 3 കറിയാണ് വെച്ചത്. ശ്യാമള തന്നെ വീണ്ടും കുളിക്കാൻ വെള്ളം എടുക്കുന്നു. കാലൊക്കെ ആ റോഡിൽ വെള്ളമുണ്ട്, അവിടെ പോകും. അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കഴിയാൽ മതി. അവിടെ വെള്ളം മൊത്തം എടുത്ത് കളയുക കേട്ടോ. ഞാൻ അത്രയും വെള്ളം ഉണ്ടായത് കുളിച്ചാനെ. അവിടെ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ കൊടുത്തു വിട്ടരു കേട്ടോ, ആർക്കേലും.